നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അച്ഛനും മകനും നേർക്കുനേർ കേരള രാഷ്ട്രീയത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അനിൽ കെ ആന്റണിയും എ കെ ആന്റണിയും. അനിൽ കെ ആന്റണി തോൽക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും ഒന്നും നോക്കേണ്ടതില്ല, അനിൽ തോറ്റു തുന്നം പാടുമെന്നും എ കെ ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ഇന്നിതാ രാവിലെ തന്നെ മലയാലപ്പുഴ ദേവീക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ് അനിൽ കെ ആന്റണി. അച്ഛന്റെ ശാപം മാറ്റാനുള്ള ശത്രു സംഹാരത്തിനാണോ അനിൽ ആന്റണി എത്തിയതെന്നടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നിറയുകയാണ്. കഴിഞ്ഞ ദിവസം അച്ഛന്റെ ഈ പ്രതികരണത്തോട് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അനിൽ ആന്റണി പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകന്റെ മൈക്ക് പിടിച്ചു വാങ്ങിയുള്ള പ്രതികരണമായിരുന്നു അനിൽ കെ ആന്റണി നടത്തിയത്. എന്തായാലും അദ്ദേഹം മലയാലപ്പുഴ ദേവീക്ഷേത്ര ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയോട് സഹതാപമാണെന്നായിരുന്നു മകനും പത്തനംതിട്ട മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി കഴിഞ്ഞ ദിവസം എ കെ ആന്റണിയുടെ പ്രതികരണത്തോട് പ്രതികരിച്ചത്. അനിൽ പത്തനംതിട്ടയിൽ തോൽക്കണമെന്നാണ് എ കെ ആന്റണി പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിച്ച ഒരു MP വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എന്നായിരുന്നു അനിൽ ആന്റണി പറഞ്ഞത്. എ കെ ആന്റണിയുടെ ആഹ്വാനം 2014 മുതൽ ജനം തള്ളുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആളാണ് ആന്റണി. രാഹുൽ ഗാന്ധി പാഴ്വസ്തുവാണ്. പരാജിതനായ രാഹുൽ ഗാന്ധിയെ ജനം അംഗീകരിക്കില്ല. വയനാട്ടിൽ അദ്ദേഹം ജയിക്കുമോ എന്ന് ജനം തീരുമാനിക്കും. രാജ്യവിരുദ്ധനായ ആന്റണിക്ക് വേണ്ടി എ കെ ആന്റണി സംസാരിച്ചപ്പോൾ വിഷമം തോന്നിയെന്നും അനിൽ ആന്റണി പറഞ്ഞു. നേരത്തെ ആന്റണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് എ കെ ആന്റണി പ്രതികരിച്ചത്. മക്കളെക്കുറിച്ച് എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട എന്നും ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല എന്നും ആ ഭാഷ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നും അനിൽ ആന്റണി പറഞ്ഞു. നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് വിരോധാഭാസമല്ല, തെറ്റാണ്. കേരളത്തിലെ BJPയുടെ സുവർണകാലം കഴിഞ്ഞു. അവരുടെ സുവർണകാലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ശബരിമല യുവതീ പ്രശ്നത്തിന്റെ വിഷയം കത്തിനിന്ന കാലത്തിന് ഒരുപാട് വോട്ട് കിട്ടി. ഇത്തവണ 2019 കിട്ടിയ വോട്ട് കേരളത്തിൽ BJPക്ക് ഒരിടത്തും കിട്ടില്ല എന്നും ആന്റണി പറഞ്ഞിരുന്നു. എന്തായാലും അനിൽ ആന്റണി ഇതിനെതിരെ വലിയ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അനിൽ ആന്റണി കൃത്യമായ വാക്കുകൾ കൊണ്ട് ഖണ്ഡിക്കുകയായിരുന്നു ആന്റണിയുടെ വാക്കുകളെ. എന്തായാലും അച്ഛനോട് സഹതാപം മാത്രം എന്നായിരുന്നു അനിൽ ആന്റണി പറഞ്ഞത്. ഇക്കൊല്ലം വരെയും രാജ്യദ്രോഹത്തിനെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അനിൽ ആന്റണി വിശദീകരിച്ചത്. എന്തായാലും അനിൽ ആന്റണിയുടെ ഏറ്റവും ഒടുവിൽ വാർത്ത വരുമ്പോൾ അനിൽ ആന്റണി ഏറ്റവും വലിയൊരു ദല്ലാളാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നൊരു സാഹചര്യമുണ്ട്. അതിന് വിശദീകരണം ഒക്കെ തന്നെ വരുന്നുണ്ട്.